ഉഷ്ണമേഖലാ പ്രദേശങ്ങളിൽ വളരെ മനോഹരമായ നിറവും ഗ്രൗണ്ട് കവറും നൽകാൻ കഴിയുന്ന ഒരു പൂച്ചെടിയെക്കുറിച്ചാണ് പറയുന്നത്. ഇത് ചില പ്രദേശങ്ങളിൽ ഭക്ഷണമായും ഔഷധമായും ഒക്കെ ഉപയോഗിച്ചു വരുന്നു. ചൈനീസ് വയലറ്റ്, ക്രീപ്പിംഗ് ഫോക്സ്ക്ലേവ് അല്ലെങ്കിൽ കോറോമാൻഡൽ എന്നറിയപ്പെടുന്ന അസിസ്റ്റാസിയ ഗംഗറ്റിക്ക അക്കാന്തേസി കുടുംബത്തിൽപ്പെടുന്ന ഒരു ബഹുമുഖവും ആകർഷകവുമായ സസ്യമാണ്. ഈ ചെടിയുടെ സവിശേഷത വളപ്രയോഗം, കീടങ്ങളും രോഗങ്ങളും, പാരമ്പര്യ വൈദ്യ ഉപയോഗം, ഭക്ഷ്യ ഉപയോഗം, പുനരുൽപാദനം എന്നിവയെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ ഞങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വിവരങ്ങൾ വിശദമായി അറിയാൻ വീഡിയോ മുഴുവനായും കാണുക. അതുകൂടാതെ ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ പ്രതികരണങ്ങൾ ലൈക്കായോ കമന്റായോ രേഖപ്പെടുത്തുക. ഒപ്പം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ഇതുപോലുള്ള ചെടിയെക്കുറിച്ചുള്ള വിജ്ഞാനപ്രദമായ വീഡിയോകൾ തുടർന്നും ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരു മീറ്റർ വരെ പടർന്നു പന്തലിക്കുന്ന ഭൂഗർഭാവരണം നൽകുന്ന ഒരു ചെടിയാണ് ചൈനീസ് വയലറ്റ്. തണ്ടുകളുടെ നോഡുകളിൽ നിന്നും എളുപ്പത്തിൽ വേരുകൾ വളർന്ന് നിലത്തേക്ക് ഈ ചെടി വ്യാപിക്കുന്നു. പല ഉഷ്ണമേഖലാ പ്രദേശങ്ങളിലും ഇത് വ്യാപകമാണ്. ഉഷ്ണമേഖല അമേരിക്കയിലും ഹവായിലുമാണ് ഇത് ജന്മമെടുത്തത്. അവിടെ ഇത് സ്വാഭാവികമായി തീർന്നു. ഈ ചെടിയുടെ 2 ഉപജാതികളും ഓസ്ട്രേലിയയിലാണ് ജന്മമെടുത്തത്. അവിടെ മൈക്രാന്ത എന്ന ഇതിന്റെ ഉപജാതി ദേശീയ പാരിസ്ഥിതിക അലർട്ട് ലിസ്റ്റിലുമുണ്ട്. ഇതിന്റെ ഉപജാതികളുടെ യഥാർത്ഥ ശ്രേണി ഇപ്പോഴും വ്യക്തമല്ല. ഇതിന്റെ ഉപജാതിയായ ഗംഗറ്റിക്ക ഏഷ്യയിൽ പരിമിതമായിരുന്നു. മൈക്രാന്ത ആഫ്രിക്കയിൽ മാത്രമായി ഒതുങ്ങി. തേനീച്ചകൾക്കും ചിത്രശലഭങ്ങൾക്കും മറ്റു പ്രാണികൾക്കും ഇത് ഒരു പ്രധാന സസ്യമാണ്. തെക്കേ ആഫ്രിക്കയിൽ ഈ ചെടി ഉപയോഗിച്ച് വളരുന്ന ചിത്രശലഭങ്ങളുടെയും നിശാശലഭങ്ങളുടെയും 7 ഇനങ്ങൾ തന്നെയുണ്ട്. അവയ്ക്ക് ഒരു ലാർവ ഭക്ഷ്യസസ്യമാണ് മൈക്രാന്ത. ഈ ചെടിയുടെ തീവ്രമായ വളർച്ച ഉഷ്ണമേഖലാ പ്രദേശങ്ങളിലെ ഒരു കളയായി ഇതിനെ മാറ്റുന്നു. ഇതിന്റെ വളർച്ച കാരണം തദ്ദേശീയമായ പല ചെടികളെയും നശിപ്പിക്കാൻ കഴിയും. അങ്ങനെ ഇവ നാടൻ മൃഗങ്ങൾക്കുള്ള പാർപ്പിടവും ഭക്ഷണവും കുറയ്ക്കുകയും മറ്റു വിളകളുമായി മത്സരിക്കുകയും ചെയ്യുന്നു. ഉദാഹരണത്തിന് സോയാബീൻ, പലതരം പച്ചക്കറികൾ, തേയില പോലുള്ള കുറ്റിമരങ്ങൾ, ചില പൂച്ചെടികൾ എന്നിവ. അതിവേഗം വളരുന്ന ഒരു ചെടിയാണ് ചൈനീസ് വയലറ്റ്. ഇത് സാധാരണയായി 1 മീറ്റർ ഉയരത്തിൽ വരെ വളരുന്നു. മറ്റ് സസ്യജാലങ്ങളിൽ പടർന്നു കയറുകയാണെങ്കിൽ ഇത് 3 മീറ്റർ വരെ ഉയരത്തിലെത്തുന്നു. ചില ശൈത്യമുള്ള പ്രദേശങ്ങളിൽ ഇവയുടെ വള്ളികൾ വിത്തുകൾ പുറത്തുവിട്ട ശേഷം നശിക്കുകയും ചെയ്യുന്നു. ചൂടുള്ള സാഹചര്യങ്ങളിൽ വർഷം മുഴുവൻ പൂക്കും എന്ന ഒരു സവിശേഷതയും ഇതിനുണ്ട്. ഇന്ത്യ, മലായ് പെൻസുല, ആഫ്രിക്ക എന്നിവിടങ്ങളിലാണ് ഈ ചൈനീസ് വയലറ്റ് വ്യാപകമായി കണ്ടുവരുന്നത്. എന്നാൽ പസഫിക് ദ്വീപുകൾ, മലേഷ്യ, ഇന്തോനേഷ്യ എന്നിവിടങ്ങളിൽ ഇതൊരു പ്രധാന കളയാണ്. 1999 NSWയിൽ, അതായത് നോർത്ത് സൗത്ത് വെയിൽസിലാണ് ചൈനീസ് വയലറ്റ് ആദ്യമായി കളയായി രേഖപ്പെടുത്തിയത്. ഈ പ്രദേശങ്ങളിൽ ഭൂരിഭാഗം ആക്രമണങ്ങളും മണൽ നിറഞ്ഞ മണ്ണിലാണ് സംഭവിച്ചത്. പക്ഷേ പോഷകങ്ങൾ കുറവുള്ള മണ്ണുൾപ്പെടെ വിവിധതരം മണ്ണിലും ഇത് വളരും. ചെറുതായി അസിഡിറ്റി മുതൽ അല്പം ആൽക്കലൈൻ ഉള്ളതുമായ മണ്ണിലാണ് ഇത് നന്നായി വളരുന്നത്. അതായത് 6 മുതൽ 7.5 വരെയുള്ള pH പരിധിയിൽ. ഈ pH പരിധി ഉറപ്പാക്കിയാൽ ഈ ചെടിയുടെ നല്ല ആരോഗ്യകരമായ വളർച്ചയും ധാരാളം പൂക്കളും നിങ്ങൾക്ക് ലഭിക്കും. എങ്കിലും മണ്ണിന്റെ pH വ്യതിയാനങ്ങളെ ഒരു പരിധിവരെ സഹിക്കുന്ന ഒരു ചെടിയാണിത്. ഇതുകൊണ്ട് തന്നെ വ്യത്യസ്ത പൂന്തോട്ട ക്രമീകരണങ്ങൾക്കും വൈവിധ്യമാർന്ന പാരിസ്ഥിതിക സാഹചര്യങ്ങൾക്കും ഈ ചെടി അനുയോജ്യമായി തീരുന്നു. ചൈനീസ് വയലറ്റ് പൂർണ്ണ വെയിലിലോ ഭാഗിക തണലിലോ ഒക്കെ വളരുന്ന ഒരു ചെടിയാണ്. ഇതിന് പലതരം പ്രകാശാവസ്ഥകളെ സഹിക്കാൻ കഴിയും. പക്ഷേ സാധാരണയായി ഫിൽട്ടർ ചെയ്ത പ്രകാശമുള്ളിടത്താണ് ഇത് നന്നായി വളരുന്നത്. ജൈവ വസ്തുക്കളാൽ സമ്പന്നമായ നല്ല നീർവാർച്ചയുള്ള മണ്ണാണ് ഇതിന് ഏറ്റവും അനുയോജ്യം. ഈർപ്പമുള്ള മണ്ണ് ഇഷ്ടപ്പെടുമെങ്കിലും ഇത് വളർത്തുന്ന പ്രദേശത്ത് വെള്ളം കെട്ടി നിൽക്കാതെ ശ്രദ്ധിക്കേണ്ടതാണ്. ഇത് താരതമ്യേന വരൾച്ചയെ സഹിക്കുമെങ്കിലും സ്ഥിരമായി നനയ്ക്കുന്നത് വളരെ നല്ലതാണ്, പ്രത്യേകിച്ച് ഇതിന്റെ റൂട്ട് വരളുന്ന അവസ്ഥയിൽ. പക്ഷേ ഇത് കൂടുതൽ തണലുള്ള പ്രദേശങ്ങളിൽ വളരില്ല. മഞ്ഞിൽ ഈ ചെടി പൂർണ്ണമായും നശിക്കുന്നു. എന്നാൽ അതിജീവിച്ച വേരുകളിൽ നിന്നും വസന്തകാലത്ത് ഇത് പൊട്ടിമുളയ്ക്കുന്നു. പല പ്രദേശങ്ങളിലും നഗര പൂന്തോട്ടങ്ങളിലും വേലികളിലും പാതയോരങ്ങളിലും കുറ്റിക്കാടുകളിലും ഇത് വ്യാപകമായി വളരുന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. താഴ്ന്ന് നിലത്ത് പടർന്നു വളരുന്നത് പോലെ തന്നെ ഹാങ്ങിങ് പോട്ടുകളിലും ഇവ നന്നായി വളർത്താൻ കഴിയും. പക്ഷേ ഹാങ്ങിങ് പോട്ടിൽ വളർത്തുമ്പോൾ ഇത് നന്നായി പ്രൂൺ ചെയ്ത് വളർത്താൻ ശ്രദ്ധിക്കുക. ഇതിന്റെ ഇലകൾ വിപരീതവും ലളിതവും കുന്താകാരവും അണ്ഡാകാരവുമായ അരികുകൾ ഉള്ളതുമാണ്. ഇലകൾ സാധാരണയായി തിളങ്ങുന്നതും പച്ച മുതൽ കടും പച്ച വരെ നിറമുള്ളതുമാണ്. 2.5 മുതൽ 16.5 സെന്റിമീറ്റർ വരെ നീളവും 0.5 മുതൽ 5.5 സെന്റിമീറ്റർ വരെ വീതിയും കാണ്ഡത്തിനോടൊപ്പം എതിർ ജോഡികളായി ക്രമീകരിച്ചുമാണ് ഇതിന്റെ ഇലകൾ കാണപ്പെടുന്നത്. ട്യൂബുലാർ പൂക്കളാണ് ഇതിന്റെ ഹൈലൈറ്റ്. അവ ഇടതൂർന്ന ക്ലസ്റ്ററുകളായിട്ടാണ് ക്രമീകരിച്ചിരിക്കുന്നത്.
വയലറ്റ്, ലാവൻഡർ അല്ലെങ്കിൽ പർപ്പിൾ എന്നീ വിവിധ ഷെയ്ഡുകളിൽ ഇത് കാണപ്പെടുന്നു. ഈ പൂക്കളുടെ മറ്റൊരു സവിശേഷത ഫോക്സ്ക്ലേവ് പൂക്കളോടുള്ള ഇതിന്റെ സാമ്യമാണ്. 2 മുതൽ 3 സെന്റിമീറ്റർ നീളവും 3 സെന്റിമീറ്റർ വരെ വീതിയുമുള്ള ചൂടുള്ള അനുകൂല സാഹചര്യമാണെങ്കിൽ വർഷം മുഴുവൻ പൂക്കൾ തരുന്ന ഒരു ചെടിയാണ് ക്രീപ്പിംഗ് ഫോക്സ്ക്ലേവ്. ഈ പൂക്കളിൽ നിന്നുണ്ടാകുന്ന പഴങ്ങൾ ചെറുപ്പത്തിൽ പച്ചയും പാകമാകുമ്പോൾ തവിട്ട് നിറവുമാണ്. 2.5 മുതൽ 3 സെന്റിമീറ്റർ വരെ കൂർത്ത കൊക്കോട് കൂടിയ ഗിറ്റാർ ആകൃതിയിലാണ് ഇത് കാണപ്പെടുന്നത്. ഈ പഴം പാകമാകുമ്പോൾ ഇതിൽ നിന്ന് 4 വിത്ത് പുറത്തേക്ക് പൊട്ടിപ്പടരുന്നു. ഇവ ചൂടുള്ള കാലങ്ങളിൽ മുഴുവൻ സമയവും ഇത് കായ്ക്കുന്നു. മാതൃസസ്യത്തിൽ നിന്നും പുറന്തള്ളപ്പെട്ട ഈ വിത്തുകൾ 135 ദിവസങ്ങൾക്കു ശേഷം മുളച്ച് ചെടിയായി തീരുമെന്ന് ഏണസ്റ്റ് അക്കാമൈൻ 1947 കണ്ടെത്തി. മുളച്ച് 40 ദിവസത്തിനുള്ളിൽ പൂക്കൾ ഉണ്ടാവുകയും 57 ദിവസത്തിനു ശേഷം വിത്ത് രൂപപ്പെടുകയും ചെയ്യുന്നു. ഇത് 72 ദിവസത്തിനുള്ളിൽ ഇതിന്റെ പൂർണ്ണ വളർച്ചയെത്തുകയും ചെയ്യുന്നു. ചൈനീസ് വയലറ്റിന്റെ വളപ്രയോഗത്തെപ്പറ്റി നോക്കാം. അധികം വളപ്രയോഗം ആവശ്യമില്ലാത്ത ചെടിയാണെങ്കിലും അലങ്കാര ആവശ്യത്തിനായി നിങ്ങൾ ഈ ചെടി വളർത്തുകയാണെങ്കിൽ ഈ ചെടിയുടെ ആരോഗ്യകരമായ വളർച്ചയ്ക്കും സമൃദ്ധമായ പൂക്കൾക്കും വളപ്രയോഗം നടത്തേണ്ടത് അത്യാവശ്യമാണ്. 10ന്റെയോ അതിന്റെ സമാന അനുപാതത്തിലോ ഉള്ള ഒരു പൊതുവായ വളം, അതായത് NPK നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാസ്യം മിക്സ് വളമോ ഗ്രാനുലാർ ലിക്വിഡ് വളങ്ങളോ നിങ്ങൾക്ക് ഉപയോഗിക്കാം. വളരുന്ന സീസണിൽ വസന്തകാലം മുതൽ ശരത്കാലത്തിന്റെ ആരംഭം വരെ വളപ്രയോഗം തുടരാം. പ്രവർത്തനരഹിതമായ ചെടി വിശ്രമിക്കുന്ന കാലഘട്ടത്തിൽ വളപ്രയോഗം നിർത്തിവെക്കുക. വളരുന്ന സീസണിൽ 4 മുതൽ 6 ആഴ്ചയിലൊരിക്കൽ വളം നൽകാം. ഈ ചെടിയുടെ പ്രതികരണത്തെയും നിർദ്ദിഷ്ട ആവശ്യകതയെയും പരിഗണിച്ച് വളത്തിന്റെ ആവൃത്തി ക്രമീകരിക്കുക. ഇടയ്ക്കിടെ സൂക്ഷ്മ പോഷകങ്ങൾ അടങ്ങിയ വളം ഈ ചെടിക്ക് നൽകാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതിനായി നിങ്ങൾ മൈക്രോ ന്യൂട്രിയന്റ് സപ്ലിമെന്റ് തന്നെ തിരഞ്ഞെടുക്കുക. വളം പ്രയോഗിക്കുമ്പോൾ സസ്യജാലങ്ങളുമായിട്ടുള്ള നേരിട്ടുള്ള സമ്പർക്കം ഒഴിവാക്കി ചെടിയുടെ ഡ്രിപ്പ് ലൈനിന് ചുറ്റും വളം തുല്യമായി പ്രയോഗിക്കുക. അങ്ങനെ പോഷകങ്ങൾ റൂട്ട് സോണിൽ എത്തുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. അതിനായി വളം പ്രയോഗിച്ചതിന് ശേഷം ചെടിയുടെ ചുവട് നന്നായി നനയ്ക്കുക. ഇനി ജൈവവളമാണ് നൽകുന്നതെങ്കിൽ കമ്പോസ്റ്റോ അഴുകിയ ജൈവപദാർത്ഥങ്ങളോ നൽകാം. ഇനി ഈ ചെടിയെ ബാധിക്കുന്ന കീടങ്ങളും രോഗങ്ങളും എന്തൊക്കെയാണെന്ന് നോക്കാം. കീടങ്ങൾ മുഞ്ഞ, വെള്ളീച്ച, ചിലന്തിക്കാശ്, ഒച്ചുകളും സ്ലഗുകളും. രോഗം വിഷമഞ്ഞ്, ലീഫ് സ്പോട്ട്, റൂട്ട് ചീയൽ. ഇവയുടെ നിയന്ത്രണവും പരിപാലനവും വിശദമായി അറിയാൻ ഐവി പാരഡൈസിന്റെ വെബ്സൈറ്റിലെ പ്ലാന്റിംഗ് ആൻഡ് കെയർ പേജ് സന്ദർശിക്കുക. ചില പ്രദേശങ്ങളിൽ ഈ ചെടി ആക്രമണകാരിയായേക്കാം. അതിന് പ്രധാന കാരണം അതിവേഗം പടരാനുള്ള ഇതിന്റെ സവിശേഷ കഴിവാണ്. അതുകൊണ്ട് തന്നെ ഇത് പൂന്തോട്ടങ്ങളിൽ നടുമ്പോൾ പ്രാദേശിക നിയന്ത്രണങ്ങൾ പരിശോധിക്കുകയും അതിനനുസരിച്ചുള്ള ഇതിന്റെ വളർച്ചാശീലം ക്രമീകരിക്കുകയും ചെയ്യുക. വിത്ത് മുളപ്പിച്ചും റൂട്ട് മുളച്ചു വന്ന തണ്ടുകൾ മാറ്റി നട്ടും പുതിയ ചെടികൾ ഉൽപ്പാദിപ്പിക്കാം. ഉൽപാദന പ്രക്രിയയുടെ വിശദ വിവരങ്ങൾ അറിയാൻ വെബ്സൈറ്റിലെ ഡിഫറന്റ് പ്രൊപ്പഗേഷൻ മെത്തേഡ് എന്ന പേജ് സന്ദർശിക്കുകയോ പ്ലാന്റിംഗ് ആൻഡ് കെയർ എക്സിക്യൂട്ടീവുമായി വാട്സപ്പിൽ ബന്ധപ്പെടുകയോ ചെയ്യാം. ഈ പേജുകളുടെ ലിങ്കും പ്ലാന്റിംഗ് ആൻഡ് കെയർ എക്സിക്യൂട്ടീവിന്റെ നമ്പറും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ക്രീപ്പിംഗ് ഫോക്സ്ക്ലേവിന്റെ ഭക്ഷ്യ ഉപയോഗവും വൈദ്യ ഉപയോഗവും നമുക്ക് പരിശോധിക്കാം. ആഫ്രിക്കയുടെ ചില ഭാഗങ്ങളിൽ ഇതിന്റെ ഇല ഒരു പച്ചക്കറിയായി ഭക്ഷ്യ ആവശ്യത്തിന് ഉപയോഗിച്ചു വരുന്നു. അതുപോലെ പരമ്പരാഗത ആഫ്രിക്കൻ വൈദ്യത്തിൽ ഇത് ഒരു ഔഷധമായി ഉപയോഗിച്ചു വരുന്നു. നൈജീരിയയുടെ പല ഭാഗങ്ങളിലും ഇതിന്റെ ഇലകൾ ആസ്മ ചികിത്സയ്ക്കായി പരമ്പരാഗതമായി ഉപയോഗിച്ചു കണ്ടുവരുന്നു. ചില പരമ്പരാഗത വൈദ്യശാസ്ത്ര രീതികളിൽ ചൈനീസ് വയലറ്റിന് വിരുദ്ധ ബാഹ്യാവിഷ്കാര ഗുണങ്ങളുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു. അതിനായി ഇലകൾ പ്രാദേശികമായി ഉപയോഗിച്ചു കണ്ടുവരുന്നു. ആന്റി ഇൻഫ്ലമേറ്ററി ഇഫക്റ്റുകൾക്കായി ഇത് ഇൻഫ്യൂഷനായും തയ്യാറാക്കാം. മുറിവുണക്കാൻ സഹായിക്കുന്നതിന് പരമ്പരാഗത വൈദ്യശാസ്ത്രത്തിൽ ചില സ്ഥലങ്ങളിൽ ഇത് ഉപയോഗിച്ചു കണ്ടുവരുന്നു. അതിനായി ഇതിന്റെ ചതച്ച ഇലകളോ സത്തുകളോ മുറിവുകളിൽ പുരട്ടാം. മുൻപ് പറഞ്ഞതുപോലെ ചില പ്രദേശങ്ങളിൽ ശ്വാസകോശ സംബന്ധമായ അവസ്ഥകൾക്കുള്ള പ്രതിവിധിയായി ഇത് ഉപയോഗിച്ചു കണ്ടുവരുന്നു. അതിനായി ഇതിന്റെ ഇലകളിൽ നിന്നും കഷായം ഉണ്ടാക്കുന്നു. ഈ കഷായത്തിന് ശ്വാസോച്ഛ്വാസത്തെ നല്ലതാക്കാനുള്ള സവിശേഷ ഗുണങ്ങളുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു. ചില പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് ഇതിന് ശരീരത്തിലെ ഫ്രീ റാഡിക്കലുകളെ നിർവീര്യമാക്കാൻ കഴിയുന്ന ആന്റി ഓക്സിഡന്റുകൾ ഉണ്ടെന്നുള്ളതാണ്. ചൈനീസ് വയലറ്റിന്റെ ഔഷധ ഉപയോഗത്തെ ജാഗ്രതയോടെയും ആരോഗ്യ വിദഗ്ധരുടെ മാർഗനിർദ്ദേശത്തോടെയും സമീപിക്കേണ്ടതാണ്. വീണ്ടും ഒന്നുകൂടി ഞങ്ങൾ ആവർത്തിച്ചു പറയട്ടെ, ചെടിയുടെ സുരക്ഷ, അളവ്, ഫലപ്രാപ്തി എന്നിവ ഓരോ വ്യക്തിയെയും ആശ്രയിച്ച് വ്യത്യാസപ്പെടാം.
പരമ്പരാഗത ഉപയോഗത്തെക്കുറിച്ച് പറയുമ്പോൾ അത് നിങ്ങൾ പാരമ്പര്യമായി ഉപയോഗിക്കുകയാണെങ്കിൽ ആ ചെടിയുടെ പരമ്പരാഗത ഉപയോഗത്തെക്കുറിച്ച് അറിവുള്ള പ്രാദേശികവും തദ്ദേശീയവുമായ കമ്മ്യൂണിറ്റികളുമായോ പരമ്പരാഗത വൈദ്യന്മാരുമായോ ബന്ധപ്പെടാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് പ്രത്യേകമായി എടുത്തു പറയാൻ കാരണം എല്ലാ സസ്യങ്ങളുടെയും ആന്തരിക ഉപയോഗവും ബാഹ്യ ഉപയോഗവും സുരക്ഷിതമാണെന്ന് കരുതരുത്. ചില സസ്യങ്ങളിൽ ചില വിഷ സംയുക്തവും അടങ്ങിയിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് അറിയുന്നതും അറിയാത്തതുമായ ധാരാളം സവിശേഷതകൾ വിശദമായ പഠനത്തിന് ശേഷം ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നു. ഓരോ ചെടിയുടെയും മണ്ണിന്റെ ഘടനയും pH ലെവലും പറയുന്നുണ്ട്. അത് നിങ്ങളുടെ മണ്ണിന്റെ pH ലെവലുമായി താരതമ്യം ചെയ്ത് ഞങ്ങൾ പറയുന്ന വളപ്രയോഗത്തിന്റെ അളവിലും ക്രമത്തിലും ഓരോ പ്രാദേശിക സ്ഥലത്തെ കാലാവസ്ഥയും മണ്ണിന്റെ ഘടനയും അനുസരിച്ച് വ്യത്യാസങ്ങൾ വരുത്തേണ്ടതായിട്ടുണ്ടാവാം. അതിന് ഐവി പാരഡൈസിന്റെ പ്ലാന്റിംഗ് ആൻഡ് കെയർ എക്സിക്യൂട്ടീവുമായി ബന്ധപ്പെടുകയോ നിങ്ങളുടെ നാട്ടിലുള്ള പരമ്പരാഗത കൃഷിമാർഗങ്ങൾ അവിടെയുള്ള പരമ്പരാഗത കൃഷിക്കാരിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ച് ചെയ്യുകയോ ചെയ്യാം. അതിലുപരി പരമാവധി പ്ലാന്റുകൾ കണ്ടെത്തി അത് നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കാനും ശ്രമിക്കുന്നു. അപൂർവങ്ങളായ ധാരാളം ചെടികൾ ഐവി പാരഡൈസിന്റെ ഷോപ്പിംഗ് സൈറ്റിൽ ലഭ്യമാണ്. അവ സൈറ്റിൽ നിന്നോ ഈ വീഡിയോയിൽ പറയുന്ന വാട്സപ്പിൽ ബന്ധപ്പെട്ടോ വാങ്ങാവുന്നതാണ്. ക്രീപ്പിംഗ് ഫോക്സ്ക്ലേവിനെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ പ്രതികരണങ്ങൾ ലൈക്കായോ കമന്റായോ രേഖപ്പെടുത്തുക. ഒപ്പം മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഇതുപോലുള്ള ചെടിയെക്കുറിച്ചുള്ള വിജ്ഞാനപ്രദമായ വീഡിയോകൾ തുടർന്നും ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.